1000 രൂപ വാഴ പോയി കമ്പനി പോയിട്ട് 25 ലക്ഷം രൂപ പോയെന്ന് നിയമസഭ റെക്കോർഡിലുള്ളത് 22/6/2026 നിയമസഭ റെക്കോർഡിലുണ്ട്. എന്റെ 25 ലക്ഷം രൂപ പോയതാന്ന് MLA ഇവിടുത്തെ MLA നിയമസഭ റെക്കോർഡിലുള്ള സംഭവം. എന്നെ കളിയാക്കുന്നില്ല. 25 ലക്ഷം രൂപയ്ക്ക് രൂപയെടുത്ത് പണിയെടുത്തവൻ 25 ലക്ഷം രൂപ എടുത്ത് പണിയെടുത്തവന് 17,000 രൂപ തന്ന് പറ്റിക്കുന്ന കേസിൽ അത് നിങ്ങൾ എടുക്കും. ആ 17,000 രൂപ അടിയോടി 10 ലക്ഷം എടുക്കും. 25 ലക്ഷം രൂപ പോയി 17,000 രൂപ പുല്ലല്ലേ അവര് മകളെ കളിയാക്കുന്നതിന് മര്യാദ അതാണല്ല എന്നതാണ്. ശ്രീ പഴകുളം മധു. എൻ്റെ നിയോജകമണ്ഡലമായ റാന്നിയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും ദുരിതപൂർണമായ ഒരു അവസ്ഥ ഈ സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ സദസ്സ് ക്ഷണിക്കൽ. വടശ്ശേരിക്കര ടൗൺ ശബരിമലയിൽ പോകുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൗണാണ്. ആ ടൗണിൽ പകൽ സമയത്ത് പോലും 15 ആനകൾ കൂട്ടമായി ഇറങ്ങി ജനവാസ മേഖലകളിൽ സഞ്ചരിക്കുന്നു. വീട് മുറ്റത്ത് വന്ന് വീടിന് ആൾക്കാരെ രാവിലെ വിളിച്ചുണർത്തുന്ന ആനയാണ് സാർ. അങ്ങനെ 100ഓളം കുടുംബങ്ങൾ വടശ്ശേരിക്കൽ താമസം മാറിപ്പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. കൃഷി പൂർണ്ണമായും നശിച്ചു സാർ. സാബു ജോസഫ് എന്ന് പറയുന്ന ഒരു കർഷകന് മാത്രം 25 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഈ ആന ഇറങ്ങി നശിപ്പിച്ച പന്നിയും ആനയും ഇറങ്ങി നശിപ്പിച്ചത് മൂലം നഷ്ടമായിരിക്കുന്നത്. 2025 250 ഇത്തരം അക്രമങ്ങളുടെ പരാതികൾ ഇവിടെ ഉണ്ട്. സാബു ജോസഫ് എന്നാണ്. ഞാൻ ഇവിടെ പാട്ടത്തിന് കൃഷി 1 ലക്ഷം രൂപയ്ക്ക് ഈ ഭൂമി എടുത്ത് പാട്ടത്തിന് കൃഷി ചെയ്തതാണ്. 1200ഓളം വാഴ ഞാൻ വെച്ചു. അത് ആദ്യ ട്രിപ്പ് ഒരു 200 വാഴ ആന കയറി കളഞ്ഞു. അത് കഴിഞ്ഞൊരു 400 എണ്ണം ഏപ്രിൽ മാസത്തിൽ കയറി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ജൂൺ മാസത്തിൽ ബാലൻസ് ഉണ്ടായിരുന്ന അവസാനത്തെ കൂടി വാഴ മൊത്തം ഒരെണ്ണം പോലും ഇല്ലാതെ ഈ ആന കയറി കളഞ്ഞതാണ്. ഞാനിത് 3-4 കേസ് ഫോറസ്റ്റുകാർക്ക് കൊടുത്തതാണ്. ഇവർ ഇതുവരെ ഇന്നേ കാലം വരെ ഇത് അന്വേഷണത്തിന് വന്നിട്ടില്ല. അപ്പം ഞാനിതിന് DFOയ്ക്ക് പരാതി കൊടുത്തു, ഡിസ്ട്രിക്ട് കളക്ടർക്ക് പരാതി കൊടുത്തു, പിന്നെ റാന്നി പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ്. ഇവരുടെ ആന കയറി നമ്മുടെ കൃഷി ഇത് വനഭൂമിയൊന്നുമല്ല, കിലോമീറ്റർ ദൂരത്ത് ആനയുടെ വനമേഖലയുള്ളത് ടൗണിനടുത്ത്. അപ്പം ഞാൻ ഇത്രയും ചെയ്തിട്ട് ഞാൻ ഇവർ ഇന്നോളം കാലം ഒരു മനുഷ്യൻ ഇത് അന്വേഷിക്കാനൊരു FIR ഇടുവോ ഇതിനൊരു കാരണം ചെയ്തില്ല. ഇത്രയും കേസ് കൊടുത്തിട്ട് ഒരു FIR ഇട്ടിട്ടില്ല, ഒരു അന്വേഷണം വന്നിട്ടില്ല. ലാസ്റ്റ് അവർ ഇന്ന് ഒരു അദാലത്തിന് എന്നെ വേണ്ടി 3 ദിവസമായിട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഞാനൊക്കെ ചെന്നപ്പോൾ തന്നെ എന്നെ സാബു ജോസഫ് അല്ലേ അതെന്ന് പറഞ്ഞ് കയറി വരാൻ പറഞ്ഞു. അവർക്ക് എന്നെ നല്ല എന്തോ പരിചയമുള്ളവരെ എന്നെ വിളിച്ചു. ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ 17,111 രൂപ ചേട്ടൻ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിയമസഭാ റെക്കോർഡിൽ അഡ്വക്കേറ്റ് പഴകുളം മധു MLA 22/6/2026 സബ്മിഷൻ ഉന്നയിച്ച് സാബു ജോസഫിന് 25 ലക്ഷം രൂപ പോയ നിയമസഭാ രേഖകളിലുള്ളതാണ്. ഈ 25 ലക്ഷം രൂപ പോയ സാബു ജോസഫിനാണ് ഈ ഫോറസ്റ്റ് ഓഫീസർമാർ 17,111 രൂപയും ആദ്യത്തെ പോയ കേസിനകത്ത് ഒരു 5,012 രൂപ അനുവദിച്ചിട്ടുണ്ട്. എനിക്കിത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മടക്കി അങ്ങ് വെച്ചേര്, നിങ്ങൾ അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. പരിപാടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അദാലത്തിന് MLA പിന്നെ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. ജനീഷ് കുമാർ വരുമെന്ന് പറഞ്ഞ് വന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജൂലി സാബു, പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനീഷ്, വൈസ് പ്രസിഡന്റ് അനീഷ് ഉണ്ടായിരുന്നു. അനീഷാണ് എനിക്ക് ചെക്ക് തരുന്നത്. ചെക്ക് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അവിടെ ഇരുന്നോട്ടെ, ഈ ചെക്ക് എനിക്ക് വേണ്ട എന്ന് പറയുന്നു. അനീഷ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിലിപ്പോൾ ഇവർക്ക് 2 പൊറോട്ടയും 2 മുട്ടക്കറിയും മേടിച്ച് തരാമെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. 25 ലക്ഷം രൂപ പോയതിന് 17,000 രൂപ ഇരുന്നാലും ഇപ്പം 2 അപ്പവും 1 മുട്ടക്കറിയും മേടിച്ച് തരാടാന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയില്ലേ? ആ പണിയെടുത്തതിന് വിശപ്പ് മാറി എന്ന് പറയാൻ പറ്റില്ലേ? പൊതുജനത്തിനെ കളിയാക്കുന്നതിന് മര്യാദ വേണ്ടേ? ഞാൻ എനിക്കത് ഇതിൻ്റെ ബാലൻസൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിയമപരം അതിൻ്റെ വഴി അറിയാം. അവർ ഒത്തിരി പേരുണ്ടായിരുന്നു. അതിൽ 72 പേരുണ്ടായിരുന്നു. അതിൽ 71 പേരും ചെക്ക് മേടിച്ചുകൊണ്ട് പോയി. ആരോടും പറയുന്നില്ല, എത്ര രൂപ കിട്ടിയെന്ന് പറയുന്നില്ലല്ലോ, ഒരു മനുഷ്യനോടും പറയുന്നില്ല. നമുക്ക് അതിനാ ഫ്രണ്ടിൽ കിട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ് സാബുവിന് ഇത്ര രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് ഇത്ര രൂപയുള്ളതെന്ന് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞത്. പ്രതികരിച്ചത് അതുകൊണ്ടാണ്. DFO അന്നേരം മിണ്ടല്ലോ ഈ DFOയുടെ അടുത്ത് കേസ് കൊടുത്ത് DFO എന്നോട് പറഞ്ഞു, എൻ്റെ കട വന്ന DFOയോട് ഞാൻ പറഞ്ഞു, സാറേ ഇത്രയും രൂപ പോയി. ഞാനവിടെ നോക്കിയായിരുന്നു. എങ്ങനെ നോക്കും? ഞാൻ ഗേറ്റ് പൂട്ടിയിട്ടൊക്കെ ഇവർ ഈ കിടക്കുന്ന ആറ്റിക്കൂടെയാണ് ഇവർ വന്നത്. ഇത്രയും കാലമായിട്ട് ഈ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 5 മാസത്തിനുള്ളിൽ ഇവരാരും വരാതെ ഇവർ ആറ്റിക്കൂടെയാണ് ഇവിടെ വന്ന് തപ്പാൻ വന്നത്. ഇതിൻ്റെ ഗേറ്റ് നിങ്ങൾക്കറിയാലോ, ഈ ഗേറ്റ് പൂട്ടിയിട്ടേക്കുക.
ചെയ്തിട്ടില്ല. ഇവരൊരു ഒരു ഫോറസ്റ്റുകാരൻ ഒരു അർദ്ധരാത്രി ഒരു 12 അവർ വന്നപ്പോഴത്തേക്ക് എന്നെ വന്ന് വിളിച്ചേൽപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കാൻ വന്നതെന്ന് പറയും. ഞാൻ പറയും ഈ പാതിരാത്രി നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവനുമായിട്ട് വേളം വെച്ച് അങ്ങോട്ടും കൂടെ ഒച്ചപ്പാടായി. ഇവൻ എൻ്റെ പേര് കേസ് കൊണ്ട് കൊടുത്തു. ഇവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തിയെന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി ജാമ്യം എടുത്തു. അതിൻ്റെ ബാലൻസ് ഞാൻ നോക്കുന്നുമുണ്ട്. പക്ഷേ അവർ തന്നെ പറഞ്ഞു അവരുടെ ഭാഗത്തുള്ള കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവർ ഇനി അത് ആന വരാതെ നോക്കിക്കോളാം. ഇവരുടെ പട്ടീനെ വഴി കളഞ്ഞാൽ നമ്മുടെ പേര് കേസെടുക്കാൻ നിയമം. ഇവരുടെ വീടിനെ മുതലിനെ ഇവർ കൂട്ടിലിട്ട് വളർത്തട്ടെന്നേ. നമ്മുടെ പട്ടീനെ നമ്മൾ കൂട്ടിലിട്ടല്ലോ വളർത്തുന്നത്. ഇവരുടെ മുതലിനെ ഇവർ കൂട്ടിലിട്ട് വളർത്തട്ടെ, അല്ല അവരുടെ പറമ്പിട്ട് വളർത്തിട്ട് അവർ നോക്കട്ടെ. നമ്മുടെ പറമ്പിൽ കയറി കളഞ്ഞാൽ ഞാൻ ഇന്ന് ചോദിച്ചു ഇതിനെ കൊന്നാൽ കുഴപ്പമുണ്ടോ? ആ കൊന്നാൽ അകത്ത് പോകുമെന്ന് പറഞ്ഞു. അപ്പം ഈ നമ്മൾ അങ്ങ് കയറി അകത്ത് പോകും. ഇങ്ങ് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പോകണം. പടശ്ശേരിക്കരയിൽ നിന്ന് 50 മീറ്റർ ചെറുകാവുമ്പോൾ ടൗണിൻ്റെ പാലത്തിനോട് ഈ കണ്ണല പാലം ഈ 50 മീറ്റർ ദൂരത്തിലുള്ള കേസിനകത്ത് 12 ആന വന്നപ്പോൾ ഞാൻ ഇവരെ വിളിച്ചു. ഇതിനകത്ത് ഈ ഇവിടെ നിൽക്കുക 12 ആന നിന്നപ്പോൾ ഞാൻ ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ചു. ഫോറസ്റ്റ് ഓഫീസർ വിളിച്ചപ്പോൾ ഫോറസ്റ്റ് ഓഫീസർ എന്നോട് പറഞ്ഞ ഡയലോഗാണ്, ഞങ്ങളിവിടെ ഇല്ല, ഞങ്ങൾ വേറെ സ്ഥലത്താണ്, ഇപ്പം ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വന്നേക്കാമെന്ന്. അപ്പോൾ ഇവരുടെ സൗകര്യത്തിലാണ് ആന ഇവിടെ നിൽക്കണേ. അല്ല ഇവ ഈ തൊട്ടപ്പുറത്ത് വീടാണ്, പള്ളിയിലച്ഛൻ്റെ വീടാണ്. അല്ലാതെ ഈ വീട് ഇത് നോക്കിയത് മുഴുവൻ നശിപ്പിച്ച് അതിനകത്ത് കിടന്ന കപ്പ കുന്ത പോലെ എൻ്റെ 600 ചൂട് കപ്പ ഇവിടെ കിടന്നത് ഒരെണ്ണ ഇല്ലാതെ. സങ്കടമല്ല എന്നാ പറഞ്ഞത്. അതിലിപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് ചായയും ഉഴുന്നുവടയും കഴിച്ചില്ലേ, ആ ചായ ഉഴുന്നുവടയും പൈസ എൻ്റെ ആയിക്കോട്ടെ. ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു ഇത് എൻ്റെ പൈസയായിട്ട് നിങ്ങൾ എടുത്തു. MLA കൃത്യമായിട്ട് നിയമസഭയിൽ പറഞ്ഞില്ലേ? നിയമസഭ പറഞ്ഞു. അത് 22/6/2026 11 മണിക്ക് പറഞ്ഞപ്പോൾ അല്ല ഞാൻ ലിങ്ക് ഇട്ട് തരാം. സാബു ജോസഫിന് 25 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് നിയമസഭ റെക്കോർഡിലുള്ളതാണ്. അത് കഴിഞ്ഞ് മധുസാർ എന്നെ വിളിച്ച് പറഞ്ഞു, സാബു പിന്നെ എൻ്റെ പേര് ഞാൻ നിയമസഭ പറഞ്ഞിട്ടുണ്ട്, പിന്നെ സാബുവിന് അർഹതമായ നഷ്ടപരിഹാരം എന്താണെന്ന് MLA എന്നോട് നേരിട്ട് പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്ന് പിന്നെ ഈ ആന കയറുന്നത് തന്നെ പറഞ്ഞാൽ ഇലക്ഷൻ എൻ്റെ വോട്ടെണ്ണലിൻ്റെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ വോട്ടെണ്ണലിന് അന്നാണ് ഈ ആന ഇവിടെ കയറുന്നത്. മെയ് മാസം 4-ാം തീയതി. ഈ 12 ഇവർ വന്നു ഓരോ 10-60 പാർട്ടിക്കാരും എല്ലാവരും വന്നേച്ച് ബാക്കി 5-6 ഉണ്ടായിരുന്നു. അതുകൂടെ അവർ ചവിട്ടി ഓടിച്ചേച്ച് അവർ പോയി. അന്ന് ഈ MLA ഉൾപ്പെടെ പിന്നെ താഴത്തിലത്ത് സിബി, റാന്നി മണ്ഡലം പ്രസിഡന്റ്, പിന്നെ ജൂലി ചേച്ചി, ജില്ലാ പഞ്ചായത്തിൻ്റെ പുള്ളിക്കാരത്തി, ഇവരെല്ലാം ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് ഇതെല്ലാം വന്നേച്ച് ഇവർ നോക്കിയിട്ട് പോയതാണ്. എന്നെയാണ് ഇതുപോലെ നാണം കെടുത്തിയപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഈ 17,000 രൂപയ്ക്ക്. അതിനിപ്പോൾ അത് നിനക്കൊന്നും ഇല്ലടാവേന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? ഇല്ല. ഇവരാരും ഇവിടെ വന്നത് ഞാൻ ഇപ്പം ഒരു 15 മിനിറ്റ് മുമ്പ് റേഞ്ച് ഓഫീസിൻ്റെ റേഞ്ചറുടെ അടുത്ത് ചെന്നു. റേഞ്ചറോട് ഞാൻ ചോദിച്ചു, സാറേ ഇത് ആരാ വന്നത്? ഞങ്ങൾ വന്ന് കണ്ടായിരുന്നു. ഞങ്ങൾ സാറേ ഇല്ലേ വന്നു. എതിരെ സാറ് വന്നത് ഈ ഗേറ്റ് പൂട്ടിയിട്ടേക്കുക. സാറ് ഗേറ്റ് ആറ്റി കിടന്നു ആറ്റിക്കൂടെ വന്നു. ആറ്റിക്കൂടെ വരാൻ ഇതിലെ വെള്ളം പോണ സ്ഥലമല്ല. അപ്പോൾ ഇതൊരു വെറും തട്ടിപ്പ്, ഒരു പ്രഹസനമാണിത്. ഞാനിത് പാട്ടത്തിന് കൃഷി ചെയ്ത അതിന് പാട്ടച്ചിട്ട് അത് എന്നോട് അതിനേക്കാൾ രസമുണ്ട്. റേഞ്ച് ഓഫീസ് എന്നെ 3 പ്രാവശ്യം വിളിച്ചു. ഈ പേപ്പർ പിന്നെ അത് ഇതുണ്ടെന്നും പറഞ്ഞ് അത് പാട്ടച്ചിട്ട് ഇതിൻ്റെ ഓണർ മരിച്ചു പോയതാണ്. അപ്പം അവരുടെ മകളാണ് എനിക്ക് തന്നേക്കുന്നത്. അപ്പം 93-ൽ ഇതിൻ്റെ ഓണർ മരിച്ചു പോയിട്ട് അവരുടെ മരണ സർട്ടിഫിക്കറ്റ് വരെ ഞാൻ ഹാജരാക്കിയതാണ്. അവർ ഇപ്പം ആധാർ ക്രയവിക്രയം നടന്നിട്ടില്ല. മകളുടെ പേരിലേക്ക് ആ ക്രയവിക്രയം നടക്കാത്തതുകൊണ്ട് അവരുടെ മരണച്ചീട്ട് അതിൻ്റെ പേപ്പർ മുഴുവൻ DFOയ്ക്ക് ഞാൻ നേരിട്ട് കൊടുത്താൽ. DFO അത് കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ DFOയോട് പറഞ്ഞു, സാറേ ഇന്നോളുടെ സംഭവം ഉണ്ടല്ലോ, ഞാനതെല്ലാം ശരിയാക്കേണ്ടതാവുമെന്ന് പറഞ്ഞു. ആകെ 25 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ട് കിട്ടിയാണ് 17,111 രൂപയും 5,012 രൂപയും.